സിയെ എടാ ആവി പിടിക്കണൊക്കെ നല്ലതാണ്. പക്ഷെ ഇത്ര നേരം ആവി പിടിച്ചാൽ ഭയങ്കര കേടായി പോകൂലേ? അച്ഛൻ കുളിക്കാൻ പോകുമ്പോ തുടങ്ങിയാണല്ലോ ജി. അധികമായാൽ ആവിയും വിഷം കേട്ടില്ലേ? എടാ നീക്കടാ മതി. അല്ല പൊതപ്പിട്ട് മൂടി ഇതാണ് പരിപാടി. ഞാനേ ആവി പിടിക്കാനുള്ള വല്ല ആപ്പ് ഉണ്ടോന്ന് സെർച്ച് ചെയ്യുന്നു. ആവി പിടിക്കാനുള്ള കോപ്പ് ഇത് എന്റെ ചെവിയാണ്. അല്ല പിന്നെ സാബട്ടൻ തന്നെ ആ ഗിഫ്റ്റ് നമ്പറിന്റെ വള്ളിയൊന്നല്ല ഇങ്ങനെ തൂക്കി പിടിക്കും. എടാ അപ്പൊ ഈ സ്കൂളിൽ പോകാനുള്ള സമയത്ത് ഈ മൊബൈലിൽ കളിച്ചിക്കണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റെ ചെവി ഒന്ന് പിടിച്ചാൽ എനിക്ക് പ്രശ്നമായത് അല്ലേ? അച്ഛാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും എന്റെ ചെവിമ പിടിച്ച് തൂക്കി തൂക്കി ലാസ്റ്റ് ലാലേട്ടൻ നടക്കണ വരി അങ്ങനെ നടക്കണ്ടേ? വേണ്ടടാ ഞാനേ ഒരു നല്ല ചൂരൽ വാങ്ങിട്ട് എന്റെ കാല് രണ്ടെണ്ണം തരാം. നമുക്ക് മമ്മൂക്ക് നടക്കണാരി ഇങ്ങനെ നടക്കാലോ. അല്ല ബൈ ബായിന്നോ? അല്ല അച്ഛാ നമ്മളെ കുടുംബകാര്യത്തിന്റെ ഇടയ്ക്ക് എന്തിനാ ലാലേട്ടനും മമ്മൂക്കനൊക്കെ വലിച്ചേറ്റണേ? അത് പോയിന്റാണ്. നമുക്ക് കാര്യത്തേക്ക് കടക്കാം. ഞാൻ പായെടുത്തിട്ട് വരാം. പായേ എടാ എന്തിനാ പായ? കിടക്കണ്ടേ? ഇടങ്ങിട്ട് വാ. കാര്യത്തേക്ക് കടക്കാന്നാണ് ഞാൻ പറഞ്ഞത്. പാഠം ഇപ്പൊ എവിടെ വരെ ആയി? പാഠം ഇപ്പൊ പകുതി വരെ ആയി. അടുത്ത ആഴ്ചയോടെ മുഴുവൻ കന്നുകൂട്ടി തീരുന്ന പറഞ്ഞു. എടാ വടക്കേലെ പാടത്തിന്റെ കാര്യമല്ല ചോദിച്ചേ. സ്കൂള് തുറന്നില്ലേ? പുസ്തകത്തിലെ പാഠം എവിടം വരെ ആയി? അതെങ്ങനെ എന്താണ് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? അത് പറഞ്ഞപ്പോൾ എന്റെ ഇംഗ്ലീഷിന്റെ മാഷ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ ഒരു വക പഠിക്കണില്ല എന്നാണല്ലോ മാഷ് പറഞ്ഞേ. ഇംഗ്ലീഷ് ഒരു നാക്കില്ല, മൊത്തം തെറ്റാ. ഇംഗ്ലീഷ് തെറ്റോ? എന്താ ഇംഗ്ലീഷിൽ എന്താ തെറ്റിച്ചോന്ന് പറഞ്ഞാ? ഈ സ്പെല്ലിംഗ് ഒന്ന് വായിക്കി. ഈ സ്പെല്ലിംഗ് എന്താ? CALICUT. കൂട്ടി വായിക്കി. കാലിക്കറ്റ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം കോഴിക്കോട്. ഇതിലെന്താ തെറ്റ്? കണ്ടില്ലേ? CALUT എഴുതും, വായിക്കുന്നതോ കാലിക്കറ്റ്. എന്താ അതിന്റെ അർത്ഥം? കോഴിക്കോട്. അതിനൊക്കെ മലയാളാട്ട് സൂപ്പർ. കോഴിക്കോട് നിന്ന് എഴുതും, കോഴിക്കോട് നിന്ന് വായിക്കും, അർത്ഥം കോഴിക്കോട്. മലയാളം പോളല്ലേ ബൈ? അല്ല അച്ഛാ മലയാളം എനിക്ക് അത്ര ഇഷ്ടമാണെങ്കിലേ ഈ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞ. അക്ഷരത്തിന്റെ ഒരു ആവശ്യമില്ല, വെറുതെ. പിന്നെ എഴുത്തച്ഛൻ വെറുതെ ടൈം പാസിന് ഇട്ടുള്ള എന്നുള്ള അക്ഷരം. ഞങ്ങൾ അക്ഷരത്തെ തുടങ്ങണ ഒരു വാക്ക് പറഞ്ഞാണി. അതാ ഞാൻ പറഞ്ഞത്, അക്ഷരത്തിന്റെ ഒരു ആവശ്യമില്ല. അതങ്ങനല്ല അച്ഛാ, അങ്ങനെയാണേ. എന്ത് തീവണ്ടി സൗണ്ട് ഉണ്ടാക്കിയല്ലേ? തീവണ്ടിയുടെ സൗണ്ട് അല്ലടാ, ഞാൻ ഇതിന്റെ ആക്ഷനും കൂടി ഉണ്ടാക്കി തരാം. അല്ല അടിപൊളി. ഏയ് അടിപൊളി എന്ന് പറഞ്ഞ് നിൽക്കല്ല, വ്യഞ്ജനങ്ങൾ പറഞ്ഞു. വ്യഞ്ജനങ്ങൾ മല്ലി, മുളക്, ജീരകം, ഉലുവ. സിമ്പിൾ. പുട്ടും കുറ്റി കൈയും കാലും വെച്ചവൻ എന്നോട് പല വ്യഞ്ജനം പറയാനല്ല പറഞ്ഞത്. വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, വ്യഞ്ജനാക്ഷരങ്ങൾ പറയും. കാക്ക ഗംഗങ്ങ, കോഴി ഗംഗങ്ങ, പൂച്ച ഗംഗങ്ങ. എന്താണ് ഇതിന്റെ ഇടയിൽ കോഴിയും പൂച്ചയൊക്കെ കയറി വരുന്നേ? അല്ല കാക്കങ്ങത്തെ കാക്കല്ലേ, അതിനൊരു കമ്പനി കൈ നിർത്തിട്ടെ. എങ്ങനെയുണ്ട്? ഒരൊറ്റ ഒന്നാണ് തന്നിട്ട് എന്റെ ഗംഗപ്പ താഴെ വീഴും. ഒരു കാര്യം ചെയ്യ്, പിന്നെ ഇന്നലെ ക്ലാസ് നിർത്താ പാടം നിർത്തി വായിച്ചാ ഉറക്കനെ വായിക്കണം, അച്ഛൻ കേൾക്കണം. ഹലോ മോളെ, ഞാൻ അവിടെ വിളിക്കാം. തിരക്ക് ഞാൻ അവിടെ വിളിക്കാം മോളെ. അമ്മ ഉണ്ണിക്കുട്ടന് അമ്മയാണ് ഏറ്റവും ഇഷ്ടം. ശരി, പാടം വായിച്ചാലേ. ഞാൻ വിചാരിച്ചു ഓഫീസിൽ പോയില്ലേന്ന്. ഏറെ നേരമായും അമ്മയെ കാണാത്തതിനാൽ ഉണ്ണിക്കുട്ടൻ ചന്തിതപ്പെട്ടു. എന്ത് പെട്ടു? ചന്തിതപ്പെട്ടു. എന്ത് വാക്കാടാ? ഉണ്ണിക്കുട്ടൻ കുണ്ടിതപ്പെട്ടു. രണ്ടായിരം അർത്ഥം കുണ്ടിതപ്പെട്ടു പറഞ്ഞ വിഷമിച്ചു എന്നാണ് അർത്ഥം. ശരി, ഞാൻ വിചാരിച്ചു. അതെ, ഈ ക്ലാസ് പോകാൻ നോക്കിയ സമയമായിട്ടാ സ്കൂളിൽ. സ്കൂളിൽ പോണ കാര്യം പറഞ്ഞപ്പോൾ സംഭവം വന്നേ. എന്ത്? വേ നോക്ക് ചെയ്. യൂണിഫോം ഇടണം, കൊറേ പരിപാടി ഉണ്ട്. 9 മണി ബസ് പോരുട്ടോ. സിയേ ഞാൻ എപ്പോ സ്കൂളിൽ ചെന്നാലും മാഷ് പറയും അന്നെ തല്ലിട്ട് കാര്യമില്ല, എന്റെ അച്ഛനെ തല്ലാൻ. മൂത്തോരി പറഞ്ഞ അനുസരിക്കണ്ടേ? എന്നാ പിടിച്ചോ.